പരിസ്ഥിതിലോല മേഖലയായ കുതിരാനിൽ ദേശീയപാതയോട് ചേർന്ന് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ഇതോടെ മൂക്ക് പൊത്താതെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് വാഹന യാത്രികരും നാട്ടുകാരുമൊക്കെ. മഴ കൂടി ശക്തമാകാനിരിക്കെ പൊതുജലാശയങ്ങൾ ഉൾപ്പെടെ മലിനമാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. തൃശ്ശൂരിലേക്കുള്ള പ്രവേശന കവാടമാണ് കുതിരാൻ തുരങ്കം. പക്ഷേ തുരങ്കം കടന്ന് പുറത്തെത്തിയാൽ മൂക്ക് പൊത്താതെ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയില്ല. ഇരുട്ടുമറയാക്കിയാണ് ദേശീയപാതയോരത്ത് യഥേഷ്ടം ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത്. വഴിയോര വിളക്കുകളില്ലാത്തതിനാൽ മാലിന്യവുമായി വാഹനങ്ങൾ പാതയോരത്ത് പാർക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടില്ല. മിനിറ്റുകൾക്കുള്ളിൽ വലിയ പൈപ്പുകളിലൂടെ മാലിന്യം റോഡിനരികിലേക്ക് ഒഴുക്കും. പിന്നാലെ വാഹനങ്ങളെടുത്ത് കടന്നു കളയുന്നതാണ് സംഘത്തിന്റെ രീതി. ആഴ്ചകളോളമായി കുതിരാന്റെ വിവിധ ഭാഗങ്ങളിൽ യഥേഷ്ടം ശുചിമുറി മാലിന്യങ്ങൾ ഒഴുക്കുന്നു. അധികൃതരോടക്കം പരാതിപ്പെട്ടെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടാകാതായതോടെ ജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്നുവെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ലൈറ്റുകളില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് രാത്രിയുടെ മറവിൽ വന്ന് ഗുണ്ടകളാണ് ഇത് ചെയ്യണം. കാരണം ഞങ്ങളിതൊരു പ്രാവശ്യം വന്ന് തടഞ്ഞപ്പോൾ അവർ വടിവാളും അതുപോലെ തന്നെ മാരകായുധങ്ങളായിട്ട് ഇറങ്ങി വരികയാണ് ഉണ്ടായത്. മഴ ശക്തമായാൽ കുടിവെള്ള സ്രോതസ്സുകളിലേക്കടക്കം മാലിന്യം ഒഴുകിയെത്തും. കുതിരാനോട് ചേർന്ന പ്രദേശത്തെ വീടുകളിലടക്കം വെള്ളമെത്തുന്ന പ്രധാന കുടിവെള്ള സ്രോതസ്സുകളടക്കം മലിനമാകുമെന്നാണ് ഉയരുന്ന പരാതി. ഇതിൻ്റെ വലിയൊരു പ്രശ്നമെന്ന് ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു കുടിവെള്ള ഇതിൽ വരെ കുടിവെള്ളം ഉപയോഗിക്കുന്ന കുളങ്ങളിലേക്കും മറ്റുള്ള കിണറുകളിലേക്കും ഇതിൻ്റെ മാലിന്യം ഒഴുകി കുടിവെള്ളം തന്നെ മുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്. മാലിന്യം തട്ടാനെത്തുന്നവർ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായതിനാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും തടുക്കാൻ ഭയമാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പോലീസിനെയും നാഷണൽ ഹൈവേ അതോറിറ്റിയെയും അടക്കം വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ ഹൈവേയുടെ സൈഡുകളിൽ ക്യാമറകളോ അതോടൊപ്പം തന്നെ അതിന് വേണ്ട ബോർഡുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. പഞ്ചായത്തും ഇതിലൊരു ശുഷ്കാന്തി കാണിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരന്തരം പറയാറുണ്ട്. ഇതിന് നിരന്തരം ഞങ്ങൾ മെമ്പർമാരെന്ന നിലയ്ക്ക് ഞങ്ങളിതിന് നിരന്തരം ഇതിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിട്ടും ഇതുവരെ അധികാരികൾ ഒരു പരിഹാരം കാണുന്നില്ല. അത് ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന ബോർഡുകളുണ്ടെങ്കിലും ഇതുവരെയും പ്രദേശത്ത് ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെ പിടികൂടാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മാഫിയ സംഘങ്ങൾ യഥേഷ്ടം പാതയോരത്ത് ശുചിമുറി മാലിന്യങ്ങൾ ഒഴുക്കുന്നത്. മഴ കൂടി ശക്തിപ്പെടുകയാണ്. ശുചിമുറി മാലിന്യം തള്ളുന്നത് തുടർന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കായിരിക്കും ഒരു ജനതയെ തള്ളിവിടുക. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കുതിരാനോട് ചേർന്ന പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സടക്കം മലിനമാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതികരണങ്ങളിലേക്കാണ്. എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അത് യാതൊരു വിധമായിരിക്കുന്ന കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിനൊരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ CCTV വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ബോർഡുകൾ 3-4 സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ CCTV ഇല്ല. അങ്ങനെ CCTV സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനം നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ രൂക്ഷമാകാൻ കാരണം. നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിനും അതുപോലുള്ള മറ്റ് കാര്യങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളാണ്. കാരണം ഈ മാലിന്യ ഡംപിൻ്റെ ഏകദേശം ഒരു 50 മീറ്റർ താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ കുതിരാൻ ടണലിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ക്യാമറയുടെ യാതൊരു ഇതും ഇപ്പോൾ ഈ വണ്ടികൾ വന്ന് തട്ടി ഇതൊക്കെ ലോഡ് തട്ടി പോകുന്നുണ്ടെങ്കിലും ക്യാമറയിലൊന്നും ഇതേവരെ പഞ്ചായത്ത് അധികാരികൾക്കോ ജില്ലാധികാരികൾക്കോ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ആളുകൾക്കോ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ടെന്ന് പറഞ്ഞ് ഒരു പ്രവർത്തനം പറയുകയല്ലാതെ ഇത് പ്രായോഗികമായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നുന്ന സംഭവം.